അല്ല, ജൂഡോ ജൂഡോ എന്ന് പറഞ്ഞാൽ ജുജുത്സോ എന്ന് പറഞ്ഞ ആയോധന കലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ്. ജുജുത്സു എന്ന് പറഞ്ഞാൽ ഡെഡ്ലി ഫൈറ്റ് ആണ്. അപ്പോൾ ജുജുത്സുവിൻ്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ ജൂഡോ വിഭാവന ചെയ്തിരിക്കുന്നത്. ബ്ലീഡിങ്, അതുപോലെ തന്നെ ഇഞ്ചുറി, നമുക്ക് ഒരു ലോക്ക് വരാണ്, ഒരു ചോക്ക് വരാണ്, അങ്ങനെ നമ്മൾ തോൽപ്പിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ സറണ്ടർ ചെയ്യാം. അതായത് മൈത്ത അല്ലെങ്കിൽ നമ്മളിങ്ങനെ 3 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മറ്റേ എതിരാളി അപ്പം തന്നെ വിടുകയും എണിക്കുകയും അപ്പം തന്നെ അങ്ങേര് പരാജിതനെ വേണമെങ്കിൽ പിടിച്ചെണിപ്പിക്കുന്ന നിരവധി മത്സരങ്ങൾ ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ അങ്ങേര് തന്നെ മത്സരത്തിന് ശേഷം ഇങ്ങേരെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. അപ്പോൾ ജൂഡോയിൽ അങ്ങനെ ഇതുവരെയായിട്ടും ബ്ലീഡിങ് മീൻസ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തല ചില സമയത്ത് മുട്ടും, അത് കുഴപ്പമില്ല. അതങ്ങനെ പൊട്ടാണെങ്കിൽ അത് നമ്മൾ ഫൈറ്റിനിടയിൽ ബോധപൂർവമല്ലാത്ത രീതിയിലുള്ള ചില ആക്സിഡൻസുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാലടി നാസിലാണ് എൻ്റെ ജൂഡോ പ്രാരംഭ പരിശീലനം. കാലടി നാസിലാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല ടീമായിരുന്നു അന്ന് കാലടി നാസ്. അപ്പോൾ അവിടുത്തെ ജൂഡോ മാറ്റും ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഡേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഓഗസ്റ്റ് 2 എന്ന് തോന്നുന്നു. അന്ന് വൈകിട്ടാണ് 1986. അന്നാണ് ഞാൻ അവിടെ ആദ്യത്തെ ക്ലാസ്സിൽ ചെല്ലുന്നത്. അന്ന് അവിടുത്തെ പരിശീലകനായിട്ട് ഇരുന്നത് AT ദാസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ആദ്യം മാറ്റിലേക്ക് കയറി. എന്നെ മാറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് സല്യൂട്ടേഷൻ, റേ എന്ന് ഞങ്ങൾ പറയുന്നത്, സല്യൂട്ടേഷൻ ചെയ്തിട്ട് വേണം മാറ്റിൽ കയറാൻ. അപ്പോൾ ആ സല്യൂട്ടേഷൻ പഠിപ്പിച്ച രംഗം ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു. 3 പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് കറക്റ്റ് സല്യൂട്ടേഷൻ ആയത്. അതിനുശേഷം ഞാൻ മാറ്റിലേക്ക് കയറി. പിന്നെ അതിൽ ചെന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വീഴാൻ പഠിപ്പിക്കുകയാണ്. 1 മാസം നമ്മൾ എങ്ങനെയാണ് വീഴാൻ പഠിപ്പിക്കുക എന്നാണ്. അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത. ബാക്കി ഏത് ഗെയിമിലും നമ്മൾ എങ്ങനെ അറ്റാക്ക് ചെയ്യാം അല്ലെങ്കിൽ പഞ്ച് ചെയ്യാം, ഇത് ഈ 3 മാസത്തിൻ്റെ അടുത്ത് ഇരുത്തിയിരുന്നു എനിക്കൊന്ന് പ്രോപ്പറായിട്ട് വീഴാൻ പഠിക്കാൻ വേണ്ടി. ആ വീഴാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ തോന്നി അന്ന് എനിക്ക് തോന്നിയത് എനിക്കിത് ഒരിക്കലും അത്ര എളുപ്പമല്ല എന്നും, ഇതിലും പിന്നെ ബോഡി ചെറിയ ചെറിയ പെയിനൊക്കെ തുടങ്ങി. അന്ന് എൻ്റെ ബോഡി ബിൽഡിങ് ചെയ്ത് ബോഡി അത്ര ഫ്ലെക്സിബിൾ ആയിരുന്നില്ല. അപ്പോൾ ഒരിക്കലും എനിക്കിത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ 3 മാസത്തിന് ശേഷം വീഴാൻ പഠിച്ചു. അതിനുശേഷം 1 മാസത്തിന് ശേഷം ഞാൻ ഒരാളെ എങ്ങനെ ത്രോ ചെയ്യാമെന്ന് പഠിച്ചതിന് ശേഷം ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ 2nd സ്ഥാനം കിട്ടിയോടുകൂടിയാണ് ഇനി ഇതാണ് എൻ്റെ വഴി എന്ന് എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത്. ആദ്യത്തെ മത്സരം മീൻസ് എൻ്റെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ മത്സരത്തിൻ്റെ രംഗം, അത് വളരെ സീനിയറായിട്ടുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ അപ്പോൾ ഞാനാണെങ്കിൽ അന്ന് 6 മാസമായിട്ടുള്ളൂ ജൂഡോയിൽ വന്നിട്ട്. അപ്പോൾ ഈസി വാക്ക് ഓവർ ആണ് എന്ന രീതിയിലാണ് എൻ്റെ എതിരാളി വന്നത്. എതിരാളിയുടെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. പക്ഷെ അദ്ദേഹം നല്ല പ്ലെയറായിരുന്നു. പക്ഷെ ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് എതിരാളിയുടെ ഒരു വീക്ക്നെസ് മനസ്സിലാക്കുകയും അതേപോലെ ഞാൻ അയാളെ തോൽപ്പിച്ച് ജൂഡോ ഒന്നുകിൽ ത്രോയിലൂടെ ജയിക്കാം, രണ്ടാമത് പിന്നിങ്ങിലൂടെ. ഒരു എതിരാളിനെ നമ്മൾ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് നമുക്ക് 15 സെക്കൻഡ് കൺട്രോൾ ചെയ്താൽ ജയിക്കാം. അടുത്തത് ചോക്കിങ് എന്ന് പറയും, അതായത് സ്ട്രാങ്കുലേഷൻ, കഴുത്തിൽ നമ്മൾ ശ്വാസം മുട്ടിച്ച് ജയിക്കാം. അടുത്തത് ലോക്ക്, ബോൺ ലോക്ക് എന്ന് പറയാം, അങ്ങനെ ലോക്കിങ്ങിലൂടെ ജയിക്കാം. അങ്ങനെ 4 രീതിയിലാണ് ജൂഡോ ജയിക്കാൻ പറ്റിയത്. ഞാൻ ആദ്യത്തെ മത്സരം ജയിച്ചത് ശരിക്കും ആളെ കൺട്രോൾ ചെയ്ത് അന്ന് 20 സെക്കൻഡായിരുന്നു. ഇപ്പോൾ അത് 15 സെക്കൻഡായിട്ട് കുറച്ചു. 20 സെക്കൻഡ് നേരം അയാളെ കൺട്രോൾ ചെയ്തിട്ട് ഫുൾ പോയിന്റ് എടുത്തിട്ടാണ് ഞാൻ ജയിച്ചത്. ഞാൻ എൻ്റെ ബോഡി വെയ്റ്റ്, അതായത് പഞ്ചാബിൽ പട്യാലയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കണം. അന്ന് കേരള ടീമിൽ ഞാൻ അന്ന് ഒരു സ്വപ്നമായിരുന്നു, ലാസ്റ്റ് നാഷണലാണ്. അപ്പോൾ 10ാം വർഷമാണ്. ഇതുവരെയായിട്ടും ദേശീയ മത്സരങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ മെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ദേശീയ മത്സരങ്ങളിൽ മെഡലൊന്നും കിട്ടാത്ത. പക്ഷെ എന്ത് വന്നാലും ഒരു മെഡൽ മേടിക്കാൻ നേരത്തെ എൻ്റെ ബോഡി വെയിറ്റ് ഞാൻ തൊട്ട് താഴെയുള്ള കാറ്റഗറിയിൽ നിന്നാണ് ഇറങ്ങിയത്. പക്ഷേ അന്ന് ഞാൻ 3 പ്രിലിമിനറി റൗണ്ട് പാസ്സായി. 4ാമത്തെ റൗണ്ട് ബില്ല എന്ന് പറഞ്ഞ പഞ്ചാബിലെ ഒരാളായിട്ടായിരുന്നു. ആ മത്സരത്തിൽ ഞാൻ ജയിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ദേശീയ മെഡൽ ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ 3 പോയിന്റ്, അതായത് അന്ന് യൂക്കോ എന്ന് പറഞ്ഞ പോയിന്റാണ്,
അന്ന് 3 പോയിന്റ് ഞാൻ വിജയിച്ച്. പക്ഷേ ലാസ്റ്റ് മത്സരം തീരാൻ വെറും 30 സെക്കൻഡ് ഉള്ളപ്പോൾ ഞാൻ അയാൾ എന്നെ ഒരു ചെറിയ ടെക്നിക്കിലൂടെ മറിക്കുകയും അതിനുശേഷം എന്നെ കൺട്രോൾ ചെയ്ത് അന്ന് 30 സെക്കൻഡ് നേരം കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ ഇരുന്ന വിജയം നഷ്ടപ്പെടുകയും ഉണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടെക്നോളജിക്കലി ഇനി ഞാൻ കുറേ ടെക്നിക്സിലി ഞാൻ കുറേ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നും. അതാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും നല്ല മത്സരം. ചാമ്പ്യൻഷിപ്പിന് നമ്മൾ അതിന് ഓരോ പീരിയോഡിക്കൽ ഇതുണ്ട്, പീരിയഡൈസേഷൻ എന്ന് പറയും കോച്ചസ്. അതിപ്പോൾ നമ്മൾ അതിനൊരു പ്ലാനിങ് ഉണ്ട്, പീരിയഡൈസേഷൻ. അതായത് ഒരു കൊല്ലത്തെ പ്ലാൻ നമ്മൾ മൊത്തം ഉണ്ടാക്കും. എന്നാണോ കലണ്ടർ വരുന്നത് ആ കലണ്ടറിൽ ഇന്ന ദിവസം കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വെക്കേഷൻ കഴിഞ്ഞ കുട്ടികളെ നമ്മൾ ജനറൽ കണ്ടീഷനിങ് വിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ മോട്ടോർ എബിലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു മാസമാണ് നമ്മൾ ഈ ടാക്ടിക്കൽ ആൻഡ് ടെക്നിക്കൽ പ്രാക്ടീസിന് കൂടുതൽ സമയം കണ്ടെത്തുന്നത്. ഇതിൽ ജൂഡോയിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അതുപോലെ പല ഗെയിം, ഇത് ബോഡി വെയ്റ്റ് ഗെയിം മീൻസ് കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് അപ്പോൾ ഈ കായിക താരം വളരെ ശ്രദ്ധിക്കേണ്ടത് ബോഡി വെയ്റ്റ് കൂടി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ വെയിറ്റിൽ നിന്ന് കൂടി കഴിഞ്ഞാൽ അപ്പം ഔട്ടായി പോകും. അപ്പോൾ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യണം. എന്നാൽ അതിനനുസരിച്ചിട്ട് ശാരീരിക ക്ഷമത കുറയാനും പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം 3 മാസത്തിന് മുമ്പ് മിനിമം നമ്മൾ 2 മാസം മുമ്പെങ്കിലും നമ്മൾ ടെക്നിക്കൽ ആൻഡ് ടാക്ടിക്കൽ പ്രാക്ടീസ് തുടങ്ങും. അതിന് മുമ്പ് ജനറൽ ഫിറ്റ്നസ് തുടങ്ങും. അങ്ങനെ ഇത് ജൂഡോൻ്റെ റിയൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ മത്സരം അതായത് ഞങ്ങൾ ബൗട്ട് എന്നാണ് പറയണത്. ആ ബൗട്ട് യഥാർത്ഥ മത്സരത്തിന് ഒരാഴ്ച മുമ്പെങ്കിലും ഞങ്ങൾ നിർത്തും. കാരണം ആ സമയത്ത് ഇഞ്ചുറി വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് കൊണ്ട്. ജൂഡോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സാഹചര്യം അനുസരിച്ച് ലോകത്ത് അതായത് 2 രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജൂഡോ. അതായത് ജപ്പാനിനേക്കാളും ഉയർന്ന ഫാൻ ഉള്ള രാജ്യമായിട്ടാണ് ഫ്രാൻസ് മാറിയത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂഡോയ്ക്ക് ആരാധകരുള്ള 2 രാജ്യങ്ങൾ, ഒന്ന് ജപ്പാൻ, അതാണ് ഒറിജിനൽ, ജൂഡോ ഒറിജിനേറ്റ് ഫ്രം ജപ്പാനാണ്. അടുത്തതാണ് ഫ്രാൻസ്. ഫ്രാൻസിൽ റെഡി ഗ്രീനഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 4 ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലാണ്. അത്രയും ഫാൻ ക്ലബുള്ള ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ ജൂഡോയിൽ ഏറ്റവും എക്സ്പെർട്ട് 2 പേരാണ്. ഒന്ന് വ്ളാഡിമിർ പുടിൻ ജൂഡോൻ്റെ ദേശീയ ചാമ്പ്യനായിരുന്നു, അതായത് റഷ്യയുടെ പ്രസിഡന്റ്. അപ്പോൾ അതേപോലെ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ നടക്കുന്ന സമയത്ത് പുടിൻ നേരിട്ട് വരുമായിരുന്നു. അദ്ദേഹം വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ, അന്നിപ്പോൾ അർജന്റീനയിൽ ചെന്ന സമയത്ത് അവിടെ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റും കൂടിയും ചേർന്ന് ജൂഡോ കാണാൻ വരുമായിരുന്നു. അപ്പോൾ പുറമേയുള്ള ഫാൻ ഭയങ്കരമാണ് ജൂഡോയ്ക്ക്. എന്നാൽ ഇന്ത്യയിൽ അതിനുള്ള ഇപ്പോഴത്തെ കണ്ടീഷനിൽ ക്രിക്കറ്റിനെ നോക്കണ്ട. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ഗെയിമാണ്, അതൊരു ബോളിവുഡ് പോലത്തെ ഒരു ഗെയിമാണ്. അല്ലാണ്ട് അത് സ്പോർട്സിൻ്റെ ആയിട്ട് കരുതാൻ പറ്റില്ല. അത്ര സ്പോൺസർഷിപ്പും ഫണ്ടും ഒഴുകണ ഗെയിമാണല്ലോ. ബാക്കി എന്നാലും ഞാൻ വന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് കേരളത്തിൽ സ്കൂൾ ഗെയിംസിൽ ജൂഡോ ഒരു വിഭാഗം ആണ്. അതേപോലെ തന്നെ കേരളത്തിലുള്ള 7 യൂണിവേഴ്സിറ്റികളിലും ജൂഡോ ഒരു മത്സര വിഭാഗമാണ്. അതേപോലെ തന്നെ PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ജോലി കിട്ടാൻ ജൂഡോ ഒരു വിഭാഗമാണ്. അതേപോലെ തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 14 ജില്ലകളിലും ഞങ്ങളുടെ സെൻറ്ററുകൾ ഉയർത്തി. അതിൽ ഓരോ ജില്ലയിലും 14 ജില്ലയിലും ജൂഡോ ഉണ്ട്. ഓരോ ജില്ലയിലും ചുരുങ്ങിയത് 10 ക്ലബ്ബെങ്കിലും ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഞാനൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് വരുന്ന കുട്ടികൾ 50-60 ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് 900-ൽ പരം കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾ 900 മാറി കേരളത്തിൽ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 കുട്ടികളെങ്കിലും പങ്കെടുക്കുന്ന ഒരു മത്സരം വന്നാൽ മാത്രമാണ് ഈ മാസമായിട്ടൊരു വരും, നല്ല കുട്ടികൾ വരും. അതേപോലെ തന്നെ ഗെയിം പോപ്പുലർ ആവാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. സർക്കാർ നല്ല രീതിയിൽ ജൂഡോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് വിഭാഗത്തിലും ജൂഡോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ എപ്പോഴും ജൂഡോയ്ക്ക് എന്നും സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജൂഡോ ഒരു കായിക ഇനം എന്നതിലുപരി നമ്മുടെ ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിന് വളരെ പ്രാധാന്യപ്പെട്ടാണ്. കാരണം ഇതിൽ എല്ലാ രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസും അതേപോലെ തന്നെ ഗ്രൗണ്ടിലൂടെ ഞങ്ങളുടെ റോളിങ് എക്സസൈസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം പഴയ ഗെയിം ആകെ ചേഞ്ചായി. ഇപ്പോൾ യൂറോപ്യൻ ജൂഡോയിൽ 98-ൽ പരം ത്രോ, അതുപോലെ തന്നെ 48-ൽ പരം ഗ്രൗണ്ട് വർക്ക്, അങ്ങനെ വലിയൊരു ടെക്നിക് ആൻഡ് ടാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. പക്ഷെ ഇന്ന് അതിൻ്റെ
ഒളിമ്പിക്സിൽ വന്നപ്പോൾ അതിൻ്റെ സ്റ്റൈല് മാറിയിട്ട് ഇതൊരു പവർ ഗെയിമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജൂഡോ ട്രെയിനിങ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജൂഡോ പരിശീലനത്തിനോടൊപ്പം തന്നെ വെയ്റ്റ് ട്രെയിനിങ്ങും കമ്പൽസറി ആയിട്ട് മാറി. അപ്പോൾ ജൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരു എന്താ പറയുക, ഏതൊരു ഇഞ്ചുറിയിൽ നിന്നും, അതായത് നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ ഒന്ന് തെറ്റി വീഴാണ് എന്ന് വെച്ചാൽ വരെ അന്ധമായിട്ടാണെങ്കിലും നമ്മൾ ഒരിക്കലും തലയിടിച്ച് വീഴില്ല. കാരണം വീഴാൻ പഠിപ്പിക്കുന്ന ഈ ഗെയിം ആയതുകൊണ്ട് നിരവധി ആക്സിഡന്റുകളിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ 2 പ്രാവശ്യം, ഒന്ന് കാഞ്ഞൂർ പഞ്ചായത്തിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തെറ്റി വീണു. അതേപോലെ തന്നെ എൻ്റെ യമഹ ബൈക്ക് ഒരു തവണ ചെറിയൊരു ആക്സിഡന്റ് പറ്റി, എനിക്കത് റോൾ ചെയ്യാൻ പോയി. ഇപ്പോഴല്ല, ഒരു 15 വർഷം 20 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫിറ്റ്നസ് നിലനിർത്താനും ആക്സിഡന്റുകളിൽ നിന്നും അപ്രതീക്ഷിതമായ വീഴ്ചകളിൽ നിന്നും പരിക്ക് പറ്റാതെ രക്ഷപ്പെടാനും ഈ ജൂഡോ പരിശീലനം സാധ്യം ആവുമെന്ന് ഉറപ്പാണ്. ഇന്റർനാഷണൽ റെഫറി ആയിട്ട് ഇന്ത്യനെ പ്രതികരിക്കുക എന്ന ഒരു സ്വപ്നമായിരുന്നു. കായിക താരമായിട്ട് എനിക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ജയ രാജേഷ് ഇന്ത്യ എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ, റെഫറി ബോർഡിൽ കയറുമ്പോൾ, ആദ്യത്തെ മത്സരത്തിൽ എനിക്ക് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് ഫസ്റ്റ്, അതായത് ആദ്യം പാസ്സായത് ഞാൻ ബാങ്കോക്കിൽ വെച്ചിട്ട് കിട്ടി 2010. 2011 സിംഗപ്പൂരിൽ വെച്ച് സീ ഗെയിംസിൽ വെച്ചിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസിലാണ് ഞാൻ ഫസ്റ്റ് റെഫറി ആയിട്ട് പോകുന്നത്. അന്ന് ജയ രാജേഷ് ഇന്ത്യ എന്ന് അനൗൺസ് ചെയ്തപ്പോൾ റെഫറി വളരെ സന്തോഷമാണ്. അതായത് ഒരു പ്ലെയറായിട്ട് നേടാൻ പറ്റാത്തത് ഒരു റെഫറി ആയിട്ട് നേടാൻ പറ്റി എന്നുള്ള സന്തോഷം. ഫസ്റ്റ് മത്സരം മക്കാവോയും വേറെ ലാവോസും ആണെന്ന് തോന്നുന്നു. ആ മത്സരം ചെറിയൊരു മെൻ്റൽ പ്രശ്നം ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ മത്സരം നിയന്ത്രിക്കേണ്ടത്. പക്ഷേ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. എനിക്ക് പിന്നെ നമ്മൾ കോൺഫിഡൻസ് കൂടുകയാണ്. ജൂഡോ റെഫറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് 2 റെഫറിങ് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര പണിയല്ല. ഒരു കായിക താരം അവൻ്റെ 1 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി 1 കൊല്ലം മുഴുവൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അവൻ്റെ മാറ്റിൽ വരുമ്പോൾ നമ്മുടെ തെറ്റായ ഒരു തീരുമാനം കൊണ്ട് അവൻ്റെ 1 കൊല്ലവും അവൻ്റെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് റെഫറി എന്ന് പറഞ്ഞൊരു ചലഞ്ചിങ് ആയിട്ടൊരു ജോബാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇംപാർഷ്യൽ ആവാൻ ശ്രദ്ധിക്കുക. അവിടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് തെറ്റുപറ്റാം, ആസ് എ ഹ്യൂമൻ ബീയിങ് തെറ്റുപറ്റാം. തെറ്റ് പറ്റിയാലും നമുക്കത് തിരുത്താൻ വേണ്ടി ടെക്നോളജി ഉണ്ട്, തേർഡ് അമ്പയർ ക്യാമറ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരാൾ മനഃപൂർവ്വം ഒരു തെറ്റ് വരുത്തരുത്. തെറ്റ് വരുത്തിയാൽ നമ്മൾ പിടിക്കപ്പെടും. മാത്രമല്ല, എന്തെങ്കിലും ഒരു രീതിയിലുള്ള ജൂഡോന്റെ സിസ്റ്റം അതാ, പ്രിലിമിനറി റൗണ്ടിൽ നിന്നും റെഫറി എന്തെങ്കിലും ഒരു തെറ്റായിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അടുത്ത പ്രാഥമിക റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലേക്ക് റെഫറിയുടെ പേര് ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടറിൽ നിന്ന് കട്ടാവും. അപ്പോൾ ഫൈനൽ ഒരിക്കലും കിട്ടില്ല. എനിക്ക് ഭാഗ്യവശാൽ ഇന്റർനാഷണൽ മത്സരത്തിൽ ഏതാണ്ട് ഒരു 40% മത്സരത്തിലും എനിക്ക് ഫൈനലിൽ കിട്ടിയിട്ടുണ്ട്. 40 പരം വർഷമായി ജൂഡോ എന്ന് പറഞ്ഞ ആ മഹത്തായ കുടുംബത്തിൽ അംഗമായിട്ട് ഇതുവരെയും എന്നും ജൂഡോവിനെ സ്നേഹിക്കാനും ജൂഡോവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാം ഞാൻ എന്നും കൂടെ നിന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ കൃതാർത്ഥനാണ്. കാരണം കേരളത്തിൽ നിരവധി കോച്ചസിനെയും നിരവധി കായിക താരങ്ങളെയും നമുക്ക് അതായത് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജൂഡോ എൻ്റെ ഒരു സ്വപ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിനെ പങ്കെടുപ്പിക്കണം എന്നായിരുന്നു. അത് ഏതാണ്ട് കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നമ്മുടെ ഒരു 4-5 ഇൻ്റർനാഷണലുകൾ കേരളത്തിൽ നിന്ന് ജൂഡോയിൽ ഉണ്ടായി എന്ന് നമ്മുടെ വലിയൊരു നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരു നിരവധി എല്ലാ ഒളിമ്പിക്സിനും 1-2 കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ കേരളത്തിൽ നിന്നും ഒരു ഒളിമ്പിക് പ്ലെയർ ഉണ്ടാവണമെന്നും അതേപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ടൊരു സ്വപ്നം, എനിക്ക് ഏതെങ്കിലും ഒരു ഒളിമ്പിക്സിൽ റെഫറി ആയിട്ട് പങ്കെടുക്കാൻ കഴിയണമെന്നും ആണ് എൻ്റെ സ്വപ്നം.